നമസ്കാരം. അൽ അഖ്സ പള്ളി മുൻ ഇമാം ഡോക്ടർ യൂസുഫ് സലാമ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 2005-2006 കാലത്ത് പലസ്തീൻ മതകാര്യ മന്ത്രിയായിരുന്നു. മധ്യ ഗാസയിലെ പാർപ്പിട സമുച്ചയങ്ങൾക്കു നേരെ ശനിയാഴ്ച രാത്രി നടന്ന ബോംബാക്രമണങ്ങളിൽ ഡോക്ടർ സലാമയടക്കം 100 പേരാണ് കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളടക്കം 286 പേർക്ക് പരിക്കേറ്റു. 1954 ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പിൽ ജനിച്ച ഡോക്ടർ സലാമ അൽ അസ്ഹർ സർവകലാശാലയിൽ അധ്യാപകനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഒട്ടേറെ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. മധ്യ ഗാസയിൽ ബോംബാക്രമണം കനത്തതോടെ ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന റഫയിലേക്കുള്ള പലായനം വർദ്ധിച്ചു. ഒരാഴ്ചക്കിടെ 1 ലക്ഷം പേരെങ്കിലും റഫയിലേക്ക് എത്തിയെന്നാണ് UN-ന്റെ കണക്ക്. ഈജിപ്ത് ഗാസ മുനമ്പ് അതിർത്തി മേഖല മുഴുവനായും ഇസ്രായേൽ സൈന്യം ഏറ്റെടുക്കും എന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപനത്തിനോട് ഈജിപ്ത് എതിർപ്പ് അറിയിച്ചു. അതേസമയം വെടിനിർത്തണം എന്ന രാജ്യാന്തര അഭ്യർത്ഥന തള്ളിയ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഗാസയിലെ ആക്രമണം മാസങ്ങളോളം തുടരുമെന്നും വ്യക്തമാക്കി. ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം നേടാൻ സമയമെടുക്കുമെന്നതിനാൽ യുദ്ധം നീളുമെന്ന് ഇസ്രായേൽ സൈനിക മേധാവി കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെയാണ് TV പ്രസംഗത്തിൽ നെതന്യാഹുവും ആവർത്തിച്ചത്. ഗാസയിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഖാൻ യൂനിസിലാണ് ഇസ്രായേൽ ടാങ്കുകൾ ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഹമാസുമായുള്ള തെരുവ് യുദ്ധം തുടരുന്നതിനിടെ സെൻട്രൽ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിലടക്കം കനത്ത ബോംബാക്രമണമാണ് കഴിഞ്ഞ രാത്രികളിലും ഇസ്രായേൽ നടത്തിയത്. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ തുൽക്കരീം നൂർ ഷംസ് അഭയാർത്ഥി ക്യാമ്പുകളിൽ നടത്തിയ വെടിവയ്പിൽ 17 പേർക്ക് പരിക്കേറ്റു. ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ 21,822 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഇതിൽ 70% സ്ത്രീകളും കുട്ടികളുമാണ്. ഗാസയിലെ 40% ജനങ്ങളും പകർച്ചവ്യാധി ഭീഷണിയിലാണെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ പലസ്തീൻ അഭയാർത്ഥി ഏജൻസി അറിയിച്ചു. മാസങ്ങളായി തുടരുന്ന ബോംബാക്രമണം മൂലം 70% വീടുകളും തകർന്നതായും ഗാസ അധികൃതർ അറിയിച്ചു. അതേസമയം ഗാസയിലേക്ക് കപ്പൽ വഴി ജീവകാരുണ്യ സഹായം എത്തിക്കാൻ ഇസ്രായേൽ അനുമതി നൽകി. സൈപ്രസ് തുറമുഖമായ ലർണാഗയിൽ നിന്ന് പുറപ്പെടുന്ന കപ്പൽ 370 കിലോമീറ്റർ അകലെയുള്ള ഗാസ തീരത്തെത്തും. 4 യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതൃത്വത്തിലുള്ള ദൗത്യത്തിനാണ് അനുമതിയെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി അറിയിച്ചു. 2007 ഗാസയുടെ ഭരണം ഹമാസിന് ലഭിച്ചതിന് ശേഷം ഇതാദ്യമായാണ് മെഡിറ്ററേനിയൻ സമുദ്രപാത ഇസ്രായേൽ തുറന്നുകൊടുക്കുന്നത്. ഇസ്രായേൽ ഉപരോധം മൂലം ഈജിപ്ത് വഴിയാണ് നിലവിൽ ഗാസയിലേക്കുള്ള സഹായങ്ങൾ എത്തുന്നത്. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളുടെ കപ്പലുകളാണ് ഗാസ തീരത്ത് സഹായം എത്തിക്കുക. അതിനിടെ ഗാസ മുനമ്പിൽ കൊടും നാശം വിതയ്ക്കുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്ന് രാജ്യാന്തര സമൂഹം ആവശ്യപ്പെടുന്നതിനിടെ കൂടുതൽ ആയുധങ്ങൾ ഇസ്രായേലിന് നൽകാൻ US തീരുമാനം. US കോൺഗ്രസിന്റെ അംഗീകാരമില്ലാതെയുള്ള അടിയന്തര സഹായമാണ് ഈ മാസം ഇത് 2ാം തവണ ഇസ്രായേലിന് ആയുധങ്ങൾ വിൽക്കുന്നത്. ഡിസംബർ 9-ന് $10.6 കോടി വില വരുന്ന 14,000 ടാങ്ക് ഷെല്ലുകൾ നൽകാൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അംഗീകാരം നൽകിയിരുന്നു. ഈ ഷെല്ലുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ട ഫ്യൂസുകൾ, ചാർജറുകൾ ഉൾപ്പെടെയുള്ള അനുബന്ധ ഉപകരണങ്ങളാണ് പുതിയതായി നൽകുന്നത്. $14.7 കോടി ഇടപാടാണിത്. ഇതിനിടെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയും ഇസ്രായേൽ വ്യോമാക്രമണം ആരംഭിച്ചതോടെ ഗാസയിൽ സുരക്ഷിത സ്ഥലം എങ്ങുമില്ലാതെയായി. മധ്യ ഗാസയിലെ നുസ്രത്ത് ബുറൈജ് ക്യാമ്പുകൾക്ക് നേരെയാണ് വെള്ളിയാഴ്ച രാത്രി ആക്രമണമുണ്ടായത്. നുസ്രത്ത് ക്യാമ്പിൽ അഭയം തേടിയ അൽക്വാദ് TV ചാനൽ പ്രവർത്തകരെ ലക്ഷ്യം വെച്ചായിരുന്നു ബോംബിംഗ്. ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പുമായി ബന്ധമുള്ള ചാനലാണിത്. മാധ്യമപ്രവർത്തകർ ജാബർ അബു ഹദ്രോസും 6 കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടു. ഇന്നലെ 165 പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 21,672 ആയി.